നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സിനിമാ പ്രൊമോഷന് ബിജു മേനോൻ സഹകരിക്കുന്നില്ല എന്ന ഗുരുതര ആരോപണവുമായി സംവിധായകനും ഫെഫ്കെ ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണൻ രംഗത്തെത്തിയതോടെയാണ് ഈ വിഷയം സോഷ്യൽ മീഡിയയിലടക്കം ചൂടുപിടിച്ച ചർച്ചാ വിഷയമായി മാറിയത്. ബിജു മേനോൻ സിനിമയുടെ പ്രൊമോഷന് സഹകരിച്ചില്ല എന്നും ഒരു സംവിധായകന് 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നുമാണ് ബി ഉണ്ണികൃഷ്ണൻ ആരോപിച്ചത്. തൊട്ടുപിന്നാലെ ബിജു മേനോനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് സംവിധായകൻ അനൂപ് കണ്ണൻ. ബിജു മേനോൻ സഹകരിക്കാത്തത് കാരണം വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു. സിനിമയുടെ പ്രൊമോഷന് പങ്കെടുക്കണമെന്ന് കരാർ ഉണ്ടായിരുന്നു. എന്നാൽ ബിജു മേനോൻ സഹകരിച്ചില്ല എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. പുതുക്കിയ വേതന കരാർ ഒപ്പുവയ്ക്കുന്നതിനോട് അനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ബി ഉണ്ണികൃഷ്ണൻ നടൻ ബിജു മേനോന്റെ പേരെടുത്ത് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയുടെ പ്രൊമോഷനും ഇതേ സാഹചര്യം ഉണ്ടാകുന്നുവെന്ന് കൂടി സൂചിപ്പിച്ചാണ് ബി ഉണ്ണികൃഷ്ണൻ നടൻ ബിജു മേനോന്റെ പേര് പരസ്യമാക്കിയത്. ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ശരിയാണെന്നും തനിക്ക് വലിയ നഷ്ടമുണ്ടായി എന്നും സംവിധായകനും നിർമ്മാതാവുമായ അനൂപ് കണ്ണൻ പിന്നീട് പ്രതികരിച്ചു. ഇപ്പോഴിതാ നടൻ ബിജു മേനോനെതിരായ നിർമ്മാതാവ് അനൂപ് കണ്ണന്റെ പരാതിയിൽ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ബിജു മേനോൻ അനൂപ് കണ്ണന് 15 ലക്ഷം രൂപ നൽകണമെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ അറിയിപ്പ്. ഈ തുക ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രത്തിലെ ബിജു മേനോന്റെ പ്രതിഫലത്തിൽ നിന്നും ഈടാക്കാനാണ് തീരുമാനം. അതേസമയം നഷ്ടം നികത്താൻ ബിജു മേനോൻ തയ്യാറായില്ല എങ്കിൽ ഭാവിയിൽ സഹകരിക്കില്ല എന്ന് നിർമ്മാതാക്കളുടെ സംഘടന അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കത്ത് ബിജു മേനോന് നൽകിയെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ അറിയിച്ചത്. അതേസമയം ബിജു മേനോനെ അനുകൂലിച്ചും വിമർശിച്ചും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒരു അഭിനേതാവെന്ന നിലയിൽ തന്റെ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ബിജു മേനോനുണ്ട്. സിനിമാ പ്രൊമോഷൻ ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നടൻ നിർമ്മാതാവിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കേണ്ടതായിരുന്നു എന്നാണ് വിമർശകർ പറയുന്നത്. അതേസമയം ബിജു മേനോനെ അനുകൂലിക്കുന്നവരുണ്ട്. പ്രൊമോഷൻ കൊണ്ട് മാത്രം സിനിമ വിജയിക്കില്ല, നടന്ന സംഭവം അത്ര മികച്ച സിനിമയായിരുന്നില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. പ്രൊമോഷൻ പരിപാടികൾ പലപ്പോഴും അഭിനേതാക്കൾക്ക് തലവേദനയാണ്. ഒരു സിനിമ അഭിനയിച്ച് കഴിഞ്ഞ് അടുത്ത സിനിമയുടെ ഷൂട്ടിന് പോകുന്നവരാണ് മിക്ക നടീനടന്മാരും. ആദ്യം ചെയ്ത സിനിമയുടെ റിലീസ് നീണ്ടുപോയാൽ ഇവർക്ക് പ്രൊമോഷൻ എത്തുക ശ്രമകരമാണ്. കാരണം മറ്റൊരു സിനിമയുടെ ഷൂട്ട് നിർത്തി ഇവർ എത്തേണ്ടി വരും. പ്രൊമോഷന് വരുന്നില്ല, പ്രതിഫലം കൂട്ടുന്നു എന്നെല്ലാം ആരോപിച്ച് സിനിമാ സംഘടനകളുടെ തലപ്പത്തുള്ളവർ പലർക്കെതിരെയും രംഗത്ത് വരാറുണ്ട്. എന്നാൽ പ്രബലർക്കെതിരെ സംസാരിക്കാൻ ഇവർ മടിക്കുന്നു. മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ തന്റെ സിനിമകളുടെ പ്രൊമോഷന് എത്താറില്ല. അതിലാർക്കും പരാതിയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. എന്തിന് പ്രണവിന് പ്രത്യേക പരിഗണന കൊടുക്കുന്നു? രാജാവിന്റെ മകനായതുകൊണ്ടാണോ എന്നാണ് ഇവരുടെ ചോദ്യം. ഓൺലൈൻ മീഡിയകളിലൂടെയുള്ള സിനിമാ പ്രൊമോഷൻ അടുത്ത കാലത്താണ് മലയാള സിനിമാ രംഗത്ത് വ്യാപകമായത്. മുഖ്യധാരാ മാധ്യമങ്ങളെക്കാൾ റീച്ച് ഓൺലൈൻ മീഡിയകളിലൂടെ ലഭിക്കുന്നുണ്ടെന്ന് വ്യക്തമായതോടെ നിർമ്മാതാക്കൾ ഇത്തരം മീഡിയകളെ സമീപിച്ചു. എന്നാൽ അഭിനേതാക്കളിൽ പലർക്കും ഇതിൽ താല്പര്യമില്ല. കാരണം സിനിമാ പ്രൊമോഷൻ എന്ന പേരിൽ അഭിമുഖം നൽകുമ്പോൾ പലപ്പോഴും സിനിമയ്ക്കപ്പുറത്തുള്ള വ്യക്തിപരമായ കാര്യങ്ങളാണ് അഭിമുഖങ്ങളിൽ ചർച്ചയാകുക. പോരാത്തതിന് എന്തെങ്കിലും പരാമർശം നടത്തിയാൽ വിവാദമുണ്ടാക്കാൻ കാത്തിരിക്കുന്ന റിയാക്ഷൻ വ്ലോഗേഴ്സും വേറെയും. ചുരുക്കത്തിൽ സിനിമാ പ്രൊമോഷന് വരുന്ന താരങ്ങൾ ഇവർക്ക് മറ്റൊരു കണ്ടന്റ് ആകുന്നു. പ്രണവ് പൊതുവെ ഉൾവലിഞ്ഞ പ്രകൃതക്കാരനാണ്. മാധ്യമങ്ങൾക്ക് മുൻപിൽ അപൂർവമായേ സംസാരിക്കാറുള്ളൂ. പ്രണവ് പ്രൊമോഷൻ എത്തിയില്ല എങ്കിലും മാർക്കറ്റിങ്ങിനെ ഇത് കാര്യമായി ബാധിക്കാറില്ല. കാരണം പ്രണവാണ് നായകനെങ്കിൽ സിനിമ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച. അതേസമയം ബിജു മേനോൻ നായകനായ നടന്ന സംഭവം എന്ന സിനിമയുടെ നിർമ്മാതാവാണ് അനൂപ് കണ്ണൻ. ഈ ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി 10 ദിവസം നൽകാമെന്ന കരാറിൽ ബിജു മേനോൻ ഒപ്പിട്ടിരുന്നു. എന്നാൽ 2.5 മണിക്കൂർ മാത്രമാണ് താരം നൽകിയത്. ഇതോടെ തനിക്ക് 25 ലക്ഷം രൂപ നഷ്ടമായി എന്നാണ് അനൂപ് കണ്ണൻ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. പുതുക്കിയ വേതന കരാർ ഒപ്പുവയ്ക്കുന്നതിനോട് അനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ബി ഉണ്ണികൃഷ്ണൻ നടൻ ബിജു മേനോന്റെ പേരെടുത്ത് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയുടെ പ്രൊമോഷനും ഇതേ സാഹചര്യം ഉണ്ടാകുന്നു എന്ന് കൂടി സൂചിപ്പിച്ചാണ് ബി ഉണ്ണികൃഷ്ണൻ നടൻ ബിജു മേനോന്റെ പേര് പരസ്യമാക്കിയത്. ജിത്തു ജോസഫ് ആയിരുന്നു ഓൺലൈൻ മീഡിയകളിൽ ഓടി നടന്ന സിനിമയ്ക്ക് വേണ്ട പ്രൊമോഷൻ അഭിമുഖങ്ങൾ നൽകിയത്. പോലീസ് വേഷത്തിലായിരുന്നു ബിജു മേനോൻ ചിത്രത്തിൽ അഭിനയിച്ചത്. ഷൂട്ടിംഗ് വൈകാൻ കാരണം നടീനടന്മാരുടെ അനാസ്ഥയാണെന്നും ഫെഫ്കെ ജനറൽ സെക്രട്ടറി കൂടിയായ ബി ഉണ്ണികൃഷ്ണൻ കുറ്റപ്പെടുത്തി.
ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ശരിയാണെന്നും തനിക്ക് വലിയ നഷ്ടമുണ്ടായി എന്നും സംവിധായകനും നിർമ്മാതാവുമായ അനൂപ് കണ്ണൻ പിന്നീട് പ്രതികരിച്ചു. ജിത്തു ജോസഫ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ബിജു മേനോനും പ്രതികരിച്ചിട്ടില്ല. തന്റെ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് 2.5 മണിക്കൂർ മാത്രമാണ് ബിജു മേനോൻ ഉണ്ടായിരുന്നത് എന്ന് അനൂപ് കണ്ണൻ പറഞ്ഞിരുന്നു. ഇത് കാരണം വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. ബിജു മേനോനെയും അദ്ദേഹത്തിന്റെ മാനേജറെയും ബന്ധപ്പെടാൻ താൻ ഒരുപാട് ശ്രമിച്ചുവെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നും അനൂപ് പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ നേരത്തെ ഫെഫ്കെയ്ക്ക് അനൂപ് പരാതി നൽകിയിരുന്നു. എന്നാൽ കാര്യമായ നടപടി ഉണ്ടായിരുന്നില്ല എന്നും അനൂപ് സൂചിപ്പിച്ചു. ഇപ്പോൾ ഫെഫ്കെ ജനറൽ സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുൻപിൽ വിഷയം പറഞ്ഞതോടെയാണ് ചർച്ച ചൂടുപിടിച്ചത്. ഷൂട്ടിംഗ് ദിവസങ്ങളും ബജറ്റും എല്ലാം വല്ലാതെ കൂടുമ്പോൾ നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറും സംവിധായകനും ചേർന്നിട്ടുള്ള ഒരു കരാറിന്റെ ആവശ്യമുണ്ട്. ഇത്ര ബജറ്റിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കും, അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഈ 3 പേർക്കാണ് എന്നുള്ളതാണ് കരാർ. പക്ഷേ ഈ 3 കക്ഷികൾ കൂടാതെ 4മതൊരു കക്ഷി കൂടി വേണം. അത് നടീനടന്മാരാണ്. 1 ലക്ഷം രൂപയിൽ അധികം പ്രതിഫലം വാങ്ങുന്ന എല്ലാ നടീനടന്മാരും ഈ കരാറിന്റെ ഭാഗമാകണം. സിനിമയുടെ ബഡ്ജറ്റ് തീർന്നതിലും സിനിമയുടെ ഷൂട്ടിംഗ് വൈകുന്നതിലും നടീനടന്മാർക്കുള്ള ഉത്തരവാദിത്വത്തിന്റെ 10% സാങ്കേതിക പ്രവർത്തകർക്കില്ല എന്നതാണ് സത്യമെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അതേസമയം സിനിമാ പ്രൊമോഷൻ വിവാദത്തിൽ നടൻ ബിജു മേനോന് പിന്തുണയുമായി നടനും തിരക്കഥാകൃത്തുമായ അനൂപ് മേനോൻ രംഗത്തെത്തിയിരുന്നു. അഭിമുഖങ്ങൾ നൽകുന്നതിലല്ല, സിനിമയുടെ മേന്മയാണ് പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിക്കുകയും സിനിമ വിജയിപ്പിക്കുകയും ചെയ്യുക എന്ന് അനൂപ് മേനോൻ പറഞ്ഞു. സിനിമയുടെ വിജയം ട്രെയിലറുകളുടെയും പോസ്റ്ററുകളുടെയും കൃത്യമായ വിപണനത്തിലാണ് അധിഷ്ഠിതമെന്നും അഭിമുഖങ്ങളിൽ പലപ്പോഴും സിനിമയേക്കാൾ വ്യക്തിപരമായ കാര്യങ്ങളാണ് ചർച്ചയാകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു നടൻ മറ്റൊരു സിനിമയുടെ ചിത്രീകരണത്തിനായി വിദൂര സ്ഥലങ്ങളിൽ ആയിരിക്കുമ്പോൾ പ്രൊമോഷൻ എത്താൻ കഴിയാത്ത പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൂടി പരിഗണിക്കപ്പെടണമെന്നും നിയമങ്ങളെക്കാൾ ഉപരി നിർമ്മാതാവും താരങ്ങളും തമ്മിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലുമാണ് ഈ മേഖല മുന്നോട്ടു പോകുന്നതെന്നും അനൂപ് മേനോൻ പറഞ്ഞു. തന്റെ ഏറ്റവും പുതിയ ചിത്രമായ തനിനിറത്തിന്റെ പ്രൊമോഷൻ വേളയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു താരം. സിനിമാ പ്രൊമോഷൻ എന്ന വിഷയത്തിന് പല അടരുകളുണ്ട്. എന്താണ് പ്രൊമോഷൻ? ഒരു 7 പേർ വട്ടം കൂടിയിരുന്ന വലിയൊരു ചാനലിന് അഭിമുഖം നൽകുന്നതാണോ ഒരു സിനിമയുടെ പ്രൊമോഷൻ? അതാണെങ്കിൽ എനിക്കൊരു ഉത്തരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇറങ്ങുന്ന പല സിനിമകൾക്കും ആദ്യ ദിവസം നിറയെ ആളാണ് വരണമല്ലോ. ഓൺലൈൻ ഇന്റർവ്യൂകളിൽ പ്രഗത്ഭരായ പല നടന്മാരുടെയും സിനിമകൾ ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ആ സിനിമകൾക്കെല്ലാം ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ വലിയ തിരക്ക് അനുഭവപ്പെടേണ്ടതല്ലേ? പക്ഷേ പലപ്പോഴും അത് സംഭവിക്കാറില്ല. അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ കൊണ്ട് മാത്രം ഒരു സിനിമ വർക്കാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൊമോഷനുകളെക്കാളേറെ ഒരു സിനിമ വിജയിക്കുന്നത് അതിന്റെ മൂല്യം കൊണ്ടാണ്. സിനിമ റിലീസായതിനു ശേഷം വേണം യഥാർത്ഥ പ്രൊമോഷൻ തുടങ്ങേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. അന്ന് വൈകുന്നേരം തുടങ്ങണം. പടം ഇറങ്ങുന്നുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് പേർ വട്ടം കൂടിയിരുന്ന മറ്റുള്ളവരുടെ സമയം കളയേണ്ട കാര്യമുണ്ടോ? ഇത്തരത്തിൽ കുറെ അഭിമുഖങ്ങൾ കൊടുത്തതുകൊണ്ട് മാത്രം ആളുകൾ സിനിമ കാണാൻ വരില്ല. ഒരു സിനിമ കാണണമെന്ന് പ്രേക്ഷകർ തീരുമാനിക്കുന്നത് അതിന്റെ ട്രെയിലർ കണ്ടിട്ടാണ്. അതുകൊണ്ട് ട്രെയിലറാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ ഇങ്ങനെ വന്നിരുന്ന വർത്തമാനം പറയുമ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നല്ല കണ്ടന്റ് കിട്ടും. നിങ്ങൾ ഹാപ്പിയാകും. ഉദാഹരണത്തിന് ഈ ഇന്റർവ്യൂ നോക്കൂ. തനിനിറം എന്ന സിനിമയുടെ ഇന്റർവ്യൂവിൽ ആ പടത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളും പഴയ സിനിമകളും ലാലേട്ടന്റെയും ജോഷി സാറിന്റെയും സിനിമകളെ കുറിച്ചുമുള്ള കാര്യമാണ് ചർച്ചയായത്. തനിനിറം മറന്നുപോയി. അപ്പോൾ സിനിമയുടെ പ്രൊമോഷൻ അവിടെ മറന്നു പോകുന്നു. ഇതാണോ ശരിക്കുമുള്ള പ്രൊമോഷൻ? ഒരിക്കലുമല്ല എന്നാണ് അനൂപ് മേനോൻ പറഞ്ഞത്. അതേസമയം ബിജു മേനോനെതിരെ നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ NM ബാദുഷയും രംഗത്തെത്തിയിരുന്നു. കരാർ ഒപ്പിടുമ്പോൾ പ്രൊമോഷന് സഹകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. സിനിമയോടും നിർമ്മാതാവിനോടും പ്രതിബദ്ധത കാണിക്കാത്തത് മോശമാണെന്നും ബാദുഷ പ്രതികരിച്ചു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.